അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അങ്ങാടിയിൽ പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പൊയ്ക്കൂടാ, ആ നേരത്ത് കളിയുടെ പ്രായമല്ലേ, കുട്ടികൾ അങ്ങനെ ആയിരിക്കും, കളിയുടെ ഒരു പ്രായം ഉണ്ടാവും. നമ്മൾ പഠിക്കുക അപ്പോഴും ഗെയിമിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പം എന്താ ചെയ്യുക, കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും. പറഞ്ഞാൽ അത് സ്വീകരിക്കും. ഉമ്മയുടെ ഉപ്പയുടെ അനുസരണക്കേടുള്ളത് കൊണ്ടല്ല, പക്ഷെ കളി അതിനോടുള്ളൊരാഗ്രഹം അതിലും വലുതായതുകൊണ്ട് അവരെന്ത് ചെയ്യും, മറന്നുപോകും ഒരു കാര്യം ഏൽപ്പിച്ചാൽ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് നബി തങ്ങൾ പോകാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ വേണ്ടി അർസലനി യൗമൽ ലിഹാജ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണത്. ഒരു കാര്യം നിർവഹിക്കാൻ എന്നെ നബി തങ്ങൾ പറഞ്ഞയച്ചു. അനസ് റളിയല്ലാഹു അൻഹു 10 വർഷത്തെ ഹബീബിൻ്റെ ഖാദിമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത സ്വഹാബിയാണ്. അവർ പറയാണ്, എൻ്റെ മനസ്സിൽ പോകണമെന്നുണ്ട്, പക്ഷേ കളി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഫഖറജതു ഹത്താ അമുറ അലാ സുബിയാനിൻ വഹും യൽഅബൂന ഫിസ്സൂഖ്, അങ്ങാടിയിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ അരികത്തുകൂടെ അങ്ങനെ ചെന്നിട്ട് ഞാൻ കളി കണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ പറഞ്ഞയച്ച വിഷയം ഞാൻ മറന്നിട്ടുണ്ട്. ഞാൻ കളിയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. അന്ന് സമദാനി സാഹിബിൻ്റെ വേള്, നല്ല രസമുള്ള വേള്, കേസറ്റിൽ ഇങ്ങനെ ഞാൻ അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി ഉമ്മ ആരോ പറഞ്ഞയച്ചതാണ്. അപ്പോൾ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിൽ സമദാനി സാഹിബിൻ്റെ വേളിട്ടിട്ടുണ്ട്. ഞാനത് കേട്ട് അവിടെ ഇരുന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ബോധം തെളിയുന്നത്. അപ്പോൾ മറന്നുപോയി. കുട്ടികൾ കളി ഇഷ്ടപ്പെടുന്നവരെ കളിക്കാൻ പോയൂലേ. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ആ കളിയിൽ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്നെ പറഞ്ഞയച്ച വിഷയം ഞാൻ മറന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഖദ് ഖബല ബിഖഫായ മിൻ വറായി, എൻ്റെ ബാക്കിൽ വന്നിട്ട് എൻ്റെ തോളിൽ എൻ്റെ പിരടിയിൽ കൈവച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പിടിച്ചു. അപ്പോൾ ഞാൻ നബിയെ നോക്കിയപ്പോൾ വഹുവ യദ്ഹകു, നബി തങ്ങൾ ചിരിക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഉനൈസ്, കൊച്ചു അനസേ. അനസിനെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഉനൈസ്, സഹലിനെ ഒന്നുകൂടി സ്നേഹിച്ച് വിളിച്ചാൽ സുഹൈൽ, ഉമറിനെ ഒന്നും കൂടി കൊച്ചു ഉമറെ എന്ന് ഉമൈർ എന്ന് പറയപ്പോൾ, അപ്പോൾ യാ ഉനൈസ്, ഉനൈസേ അദ്ഹബ്ത ഹൈതു അമർതുക്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിടത്ത് നിങ്ങൾ പോയോ അനസേ എന്നെന്നോട് ചിരിച്ചുകൊണ്ട് എൻ്റെ റസൂൽ ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, നഅം അന അദ്ഹബു യാ റസൂലല്ലാഹ്, ദാ പോകുന്നു നബിയെ, ഞാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ നബിയോട് പറഞ്ഞു. അന്ന് ഹബീബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. എൻ്റെ പെരടിക്ക് പിടിച്ചിങ്ങനെ നോക്കുമ്പോൾ വഹുവ യദ്ഹകു, നബി ചിരിക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വടിയെടുത്തിട്ട് ആക്കാരം പോയിട്ടുണ്ടാവും അല്ലേ, അടി കിട്ടിയപ്പോഴാണ് നോക്കിയത് എന്ന് പറയും.